ഹലോ, അനന്തുവാണ് തരംഗം ഓഡിയോസ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും രാവിലെ നല്ല രീതി വെള്ളം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം രാവിലെ തൂളി മറിയുന്നുണ്ട് കാട്ടി. അപ്പോൾ ഞങ്ങൾ വേണ്ടേ അത് വീശുന്ന എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മുടെ വീടിനടുത്തുള്ള സാവുചേട്ടൻ തന്നെ രാവിലെ വീശുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ മാറി കിടക്കുകയാണ്. നമുക്ക് നോക്കാം. വീശുന്ന കണ്ടോണ്ടാണ് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വന്നേ. നമുക്കിപ്പോൾ നോക്കാം എന്താണ് ഇന്ന് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നുകൊണ്ട് വീശിയിട്ടുണ്ട്. പയ്യെ വലിക്കട്ടെ. ഞങ്ങൾ തന്നെ ഇപ്പുറത്തെ ഒരു വള്ളത്തിൽ ഇപ്പുറത്തോട്ട് മാറി ഇങ്ങനെ എൻ്റെ പെട്ടയ്ക്ക് തന്നെ അടപ്പുണ്ട്. തന്നെ വലിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു സോണ. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി ആയിപ്പോയി. പക്ഷേ അടുപ്പിച്ചടാ. സമയക്കുന്നത് ഒരെണ്ണ ഉള്ളവത്തില്ലേ. ബാക്കി വല ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നു. അപ്പം അത് ഉടക്ക് മാറ്റാൻ വേണ്ടി വെച്ചപ്പോൾ എല്ലാം കൂടി ഇറങ്ങിപ്പോയി. ഇത് മുമ്പലത്തെ വലയ്ക്ക് വീശിയ മീനുണ്ട് കേട്ടോ. അപ്പോൾ മീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് വല റെഡിയാക്കുന്നുണ്ട്. അടുത്തത് നോക്കിയാണ് വീശുന്നത്, ചുമ്മാ വീശുമല്ല കേട്ടോ. ഈ തൂളി ഇങ്ങനെ മേലോട്ട് വെള്ളം എടുക്കുന്ന പോലെ പൊങ്ങും. അപ്പോൾ അത് നോക്കിയിട്ടേ വീശത്തുള്ളൂ, ചുമ്മാ വീശത്തില്ല. ഇപ്പം വീശുന്ന ഒരാൾക്ക് ഇവർക്കൊക്കെ അറിയാം, മീൻ നിൽക്കുന്ന ഒരു ഭാഗം അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് അത് നോക്കിയിട്ടാണ് വീശുന്നത്. വള്ളത്തിൽ നിന്ന് വീശുക എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. കരയിൽ നിന്ന് വീശുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ വീശാൻ പറ്റുന്നൊരു സംഭവമല്ല വള്ളത്തിൽ നിന്ന്. അപ്പം അത് എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുക്കുന്നൊരു കഴിവാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം. ഗൈസ്, മുമ്പിലത്തെ വലയിൽ ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഞങ്ങൾ ആ വള്ളം കൊണ്ട് പെട്ടക്കിട്ടോണ്ടേ വെള്ളം അനങ്ങിയായിരുന്നു. അങ്ങനെ അത് പോയി. അത് കാരണം അതാണ് പിന്നെ വലിക്കുന്നത് കാണിക്കായിരുന്നത്. എന്നാലും ഇപ്പോൾ 6 ഇക്കരയിലോട്ട്, ഞങ്ങളുടെ അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വന്നു. അപ്പോൾ അത് വീശാൻ പോവാം. നിങ്ങളെ അടുത്ത് കാണിക്കാൻ ഈ അടുത്തോട്ട് ഞങ്ങൾ ചെല്ലുന്നത് വള്ളം കൊണ്ട്. അപ്പോഴാണ് ഈ മീനങ്ങ് പോവും. അടുത്തോട്ട് പോട്ടെ. അടുത്തോട്ട് പോട്ടെ.
ഗൈസ് ഈ വലയ്ക്ക് നമുക്ക് മീനുണ്ട് കേട്ടോ. മുമ്പത്തെ വലയ്ക്ക് കിട്ടാത്തതിൻ്റെ കൂടെ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. കാറ്റ് കാറ്റ് ചെറുതായിട്ട് അടിച്ചാലും കിട്ടത്തില്ല, വെള്ളം അനങ്ങിയാൽ കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് നോക്കിയാണ് വേവിച്ചേണ്ടത്. ഇന്ന് അത്യാവശ്യം കിട്ടുന്നുണ്ടോ അല്ലേ സവണ? ചില സമയത്ത് കിട്ടത്തുള്ളത്. പ്രതീക്ഷ കൊണ്ട് ഇറങ്ങാൻ മീൻപിടുത്തം അങ്ങനെ ആണല്ലോ. ഇന്ന് നമുക്ക് അത്യാവശ്യം വലുതായി കിട്ടുന്ന കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടന്മാരാണ്. അവർ നല്ല രാവിലെ ഓരോ പരിപാടിക്ക് ഒക്കെ പോയിട്ട് വരുന്നവരുണ്ട്. സാവുചാന സിനിമയിലെടുത്ത് പറയണ്ട. ഗൈസ്, നമ്മൾ ഇന്നലെ കക്കാവാരിയ ആ ചേട്ടനല്ലേ, ആ ചേട്ടനും വന്നിട്ടുണ്ട് അപ്പുറത്ത് കേട്ടോ. ഇപ്പുറത്ത് സാബുണ്ണൻ വീശാൻ പോകുന്നു. വീശിയിട്ടുണ്ടേ, നമുക്ക് നോക്കാം. അമ്പാടി പയ്യെ മുന്നോട്ട് ഇട്ടോടാ. നല്ല വെയിലായി ഗൈസ്, നല്ല ചൂടുള്ള വെയിൽ രാവിലത്തെ. ഇളം വെയിലെന്ന് ചിലർ പറയും. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഇളം വെയിൽ കൊള്ളിക്കുന്നതല്ല എന്നൊക്കെ ഈ പ്രായമുള്ളവർ പറയും. വല ഉടക്കിയിട്ടുണ്ടെന്നാണ് സൗണ്ടും പറയുന്നത്. ഉടക്ക് വിട്ടിട്ടുണ്ട്. നോക്കാം. തുളിയുണ്ട് ഗൈസ്, 2 തുളി. രാവിലത്തെ ഈ പക്ഷികളുടെ ചിലയ്ക്കുന്ന ഒച്ചയും കണ്ടോ. ഇതാണ് ഞങ്ങളുടെ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം ഇതാണ് കേട്ടോ. ഈ ആറും മീനും വള്ളവും വീശും. ഞങ്ങൾ വാശിക്ക് തുഴയുകയാണ്. അമ്പാടിയാണ് തുഴയുന്നത്. അമ്പാടിയുടെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അത്.
ഗൈസ് ഇത് നമ്മുടെ രാവിലെ തെങ്ങ് ചെത്താൻ പോകുന്ന ചേട്ടന്മാരാണ്. അപ്പുറത്ത് പോകുന്നത് പള്ളിയിൽ പോകുന്നവർ, ഇത് തെങ്ങ് ചെത്താൻ പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇത് കണ്ടത് നമ്മുടെ ഈ ആറിൻ്റെ ഇക്കര സൈഡിലെല്ലാം ചെത്ത് തെങ്ങാണ്. അപ്പം അത് രാവിലെ ചെത്താൻ പോകുന്നവരാണ് ഇവരെല്ലാവരും. സാബുണ്ണ മുന്നേ പോവാണ്, ഞങ്ങൾ പുറകെ വള്ളത്തെ എന്തോ മീൻ അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞ്. അത് കാരണം ഞങ്ങളോട് പറഞ്ഞ് പയ്യെ വരാവുള്ളു, സ്പീഡിൽ തുഴഞ്ഞ് കയറില്ലെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ വേണ്ട ഇത്രയും ദൂരെ പുറകെ പയ്യെ പോവുകയാണ്. വീശി കഴിഞ്ഞിട്ട് ചെല്ലാം, എന്താവും എന്നറിയത്തില്ല. ഇനി മീനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീശിയാലും മീൻ കിട്ടണമെന്നില്ല, അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വീശുമ്പോഴും സെറ്റപ്പാണ്. നമുക്ക് നോക്കാം. രാവിലെ എല്ലാവരും ജോലിക്കും മറ്റു കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടി രാവിലെ വന്ന് കുളിക്കുന്ന കടവാണിത്, കുളിക്കടവാണ്. അപ്പം രാവിലെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഓരോരുത്തർ അവരുടെ അച്ഛനും മക്കളും എല്ലാവരോടും വന്ന് കുളിച്ചിട്ട് പോകുന്നു. പിന്നെ അപ്പുറത്ത് കടത്തുവള്ളമുണ്ട്. ഗൈസ് വീശാൻ പോവാണ്. അപ്പം മീനുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തന്നെ നിൽക്കുവാണ്. നമുക്ക് വല നിറച്ച് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാണ്. അത് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുവാണ്. നമുക്ക് നോക്കാം. വീശിയിട്ടുണ്ട്. വന്നാ പിടിച്ചാൽ മതി, ഇത് കൊടുക്കണ്ടേ? ആരും വിളി കൊടുക്കണം. തവണ ചോദിക്കുന്നുണ്ടേ പിടിച്ചാൽ മതിയോ, ഇതെല്ലാം കൊടുക്കണ്ടേന്ന്. വലിയുള്ള മീനാ. ഹലോ ഗൈസ്, ഞങ്ങൾ വേണ്ടതേ ആ വീശ് കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ട് നീട്ടുവല ഇടാൻ പോകാം കേട്ടോ. ഇന്നലത്തെ പോലെ വല കഴുകി വെക്കേണ്ടി വരുമോ എന്നറിയത്തില്ല. എന്താണേലും ഇന്നൊന്ന് വല നീട്ടി ഇടുക. ഇവിടെ നീട്ടുവലക്കാരും ഇല്ല, ഉണ്ടോ? ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം കിട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കാം. അക്കരെ നിന്ന് കാശി അലമ്പുണ്ടാക്കുന്നു. കാശി വേണ്ട അവിടെ ഇപ്പോൾ വേണ്ട. ഇതെൻ്റെ വീടാണ് കേട്ടോ. കാശി അവിടെ നിൽക്കുന്നത് വേണ്ട. കാശി കൈ കാണിക്കുന്നുണ്ട്, അവനവിടെ കിടന്ന് ഒച്ച വെക്കുന്നത്.
വലിക്കാം ഉടക്കിയിട്ടുണ്ട്. ഇതൊന്ന് മുന്നോട്ട് തുടങ്ങി വിടാമോ? ആ ഉണ്ട്. തൂളി ഉണ്ട് കായ്. വാ സൂപ്പർ കിടു ഗായ്സ്. കണ്ടോ ഞങ്ങളെ കളിയാക്കിയ ശ്രദ്ധിക്ക് ഗായ്സ്. ഇത് കണ്ടോ, ഇതിൽ കൂടുതൽ എങ്ങനെ വേണം? എൻ്റെ അവൻ കിടന്ന് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. അവൻ വീശിയ വല വിരിയത്തില്ല എന്ന് അവൻ്റെ മാമൻ പറഞ്ഞിട്ട് പോയതാ. അതിൻ്റെ കലിപ്പ് തീർത്തുള്ള വീശായിരുന്നു. കണ്ടോ ഇത് കണ്ടോ പിടയ്ക്കുന്ന കണ്ടോ? പല വിരിഞ്ഞുമില്ല. കണ്ടോ പിടയ്ക്കുന്ന കണ്ടോ? കഴുതാ ചാപ്പില്ല. ഒറ്റ വലക്ക് കിട്ടിയാണ് ഗൈസ്, ഒറ്റ വലക്ക്. ഈ ബുദ്ധി എനിക്ക് ആദ്യം തോന്നി. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദേ നമ്മുടെ രാജേഷേട്ടനാണ് നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ. അപ്പോൾ ദേ ആലപ്പുഴ എപ്പോഴും ചോദിക്കും മീനുണ്ടോ എന്ന്. അപ്പം ഇന്ന് മീൻ കിട്ടിയപ്പോൾ രാജേഷേട്ടനെ വിളിച്ചു പറഞ്ഞു. രാജേഷേട്ടൻ ആലപ്പുഴയിൽ നിന്ന് വരുവാ. ഞാനും വന്ന് മീനൊക്കെ മേടിച്ചു കേട്ടോ. രാജേഷേട്ടൻ നമ്മുടെ ചാനൽ എങ്ങനെ ഉണ്ട്? പിന്നെ അടിപൊളിയല്ലേ. അപ്പം രാജേഷേട്ടൻ ആലപ്പുഴ നിന്ന്. അപ്പം ഇന്ന് നമ്മൾ മുമ്പേ കിട്ടിയ മീൻ നിങ്ങളെ കണ്ടില്ലേ? അപ്പം അത് മുഴുവൻ രാജേഷേട്ടന് കൊടുക്കുക. എനിക്ക് വയ്യ, എന്നിട്ട് ഞാൻ രാജേട്ടാ മീനാനുണ്ട്. അപ്പോൾ അടിപൊളിയാട്ടോ. ഓക്കെ മീൻ കാണിച്ചില്ല. ഇപ്പൊ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പം കാശിയുണ്ട്. കാശി ഉണ്ടോ? കാശിയുണ്ട്, അമ്പാടിയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. കേസി അവനെടുക്കുവാണേ, അമ്പാടി മീനെടുക്കുക. ഇന്നത്തെ നമ്മുടെ വല വീശ് രാജേഷേട്ടന് വേണ്ടി മാത്രം വീശാന്ന് പറയാം. ഇപ്പോൾ കാശി വെള്ളത്തിൽ കിടന്നേ കേട്ടോ. ഇപ്പോൾ കാശി ആ മീനിൻ്റെ കൂട്ടത്തിൽ വലയടിപ്പുറത്ത് കിടന്നേനെ. കണ്ടോ ഉണ്ടോ? ഇത്ര മീനുണ്ട്. അപ്പോൾ അത് രാജേഷേട്ടന് കൊടുക്കുക. നമ്മൾ എടുക്കട്ടെ. ഇതിനകത്ത് അത് വള്ളത്തിൽ കിടക്കുമല്ലോ. കുറെ നേരം എടുക്കും. ഇത് നമ്മൾ പൈസയ്ക്കൊന്നും അല്ല കൊടുക്കുന്ന കേട്ടോ. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ മീൻ കിട്ടിയാൽ നമ്മൾ അവരെ വിളിക്കും. രാമഗിരി വരണമെന്നേ ഉള്ളൂ. അവരിവിടെ വന്നാൽ നമ്മൾ അവർക്ക് കൊടുക്കും, സന്തോഷമായിട്ട് തന്നെ കൊടുക്കും. അല്ലാതെ ഒരു രൂപ നമ്മൾ പ്രതിഫലം മേടിക്കത്തില്ല. അവരാഗ്രഹത്തോടെ നമ്മളോട് ചോദിക്കുന്നില്ല മീൻ, പിന്നെ അവരാരോട് ചോദിക്കും അല്ലാതെ. അപ്പം അത് ഇട്ടുകൊണ്ടിരിക്കുവാണേ. വെള്ളം ഇച്ചിരി കലക്കലുണ്ട്. മീൻ മറിയുന്നുണ്ട് കേട്ടോ. വെയിൽ ഉറച്ചുകൊണ്ട് ഇനിയും വീശിയിട്ട് കാര്യമില്ല. ഇപ്പം തൂളിക്കെല്ലാം മുട്ടയുള്ള സമയമാണ്. അത് കാരണം നല്ല ഒരു ചാകര ഇനിയും പുറകെ വരും. ഹലോ, ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കൊട്ട മീൻ ചെയ്തപ്പോൾ ഒരു പൂന്തോട്ടം. അതാണ് നമ്മളെ സബ്സ്ക്രൈബ് ആര് ചോദിച്ചാലും നമുക്ക് മീനുണ്ടോ അവർക്ക് വയറ് നിറച്ച് കൊടുക്കും. ഇന്ന് കിട്ടിയ മുഴുവൻ മീൻ രാജേഷേട്ടനുണ്ട്. രാജേഷേട്ടൻ ഹാപ്പിയാണ്, ആലപ്പുഴയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇത്ര മീനുകൾ ഞാൻ എപ്പോൾ വെച്ച് തീർക്കാൻ എനിക്കറിയാം. അതൊന്നും നമുക്കറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ കൈ നിറച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം എല്ലാവരും കൊടുക്കാം. അനന്തും ഓക്കെ, അപ്പം എല്ലാവരും പറഞ്ഞു. അപ്പോൾ അനന്ത് നമുക്ക് എല്ലാവരും സപ്പോർട്ട് നമുക്ക് നമ്മൾ ഇനിയും അനന്ത് നല്ല വലിയ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മളെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വിളിക്കും. വലിയ മീൻ കിട്ടിയാൽ അപ്പം വിളിക്കും. നമ്മുടെ സബ്സ്ക്രൈബർ ആര് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബർ ആര് ചോദിച്ചാലും മീൻ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീയാ. അവർക്ക് ഇവിടെ രാമഗിരി വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരി. നമ്മുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ മായവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആറ്റിൽ നേരെ പിടിക്കാതെ കവറിലിട്ടുക കൊണ്ടുപോവുക. അപ്പോൾ ഓക്കെ. അപ്പോൾ രാജേട്ടാ ഓക്കെ, ശരി എന്നാൽ.
അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ കിട്ടിയ മീനുകളെല്ലാം കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരോടും പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. കാശി, അപ്പോൾ എല്ലാവർക്കും ഹായ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇനി കാണാം, അടുത്ത വീഡിയോ കാണാമെന്ന് പറയാം. അപ്പോൾ ഹായ്.